നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു കോൺഗ്രസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി KPCC ആസ്ഥാനത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടോ? നേതാക്കളുമായി ഓരോരുത്തരുമായി ഒരു 1-to-1 ചർച്ച, കൂടിക്കാഴ്ച ഒക്കെ നടക്കുന്നുണ്ടോ അലക്സ്? ഹാഷ്മി, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുമ്പ് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകളും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്ര അല്ലെങ്കിൽ കേരള യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഒരു പറ്റം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. 70 സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ ആണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ എല്ലാ പിന്തുണയുമുണ്ട്. അതുകൊണ്ടാണ് AICC ഒരു പ്രത്യേക സ്ക്രീനിംഗ് കമ്മിറ്റിയെ തന്നെ കേരളത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. AICCയുടെ ചുമതലയുള്ളത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയാണ്. അദ്ദേഹവും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. ഇന്ന് മധുസൂദൻ മിസ്ത്രി അല്പം മുമ്പ്, അതായത് വൈകുന്നേരത്തോടുകൂടി KPCC ആസ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം നേതാക്കളുമായി കണ്ടു. KPCC അധ്യക്ഷനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ കണ്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് വരുമോ, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരുമോ എന്നുള്ള ചർച്ച അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. CPI-ൽ നിന്ന് പ്രബലരായ നേതാക്കളെ അടർത്തിയെടുക്കാനും അതുപോലെ BJP-യിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള ചർച്ചകളും UDF എന്ന ലേബലിൽ സജീവമാണ്. അത്തരത്തിൽ ഒരു വലിയ വിശാല മുന്നണിക്കാണ് UDF കോപ്പ് കൂട്ടുന്നതെന്ന് VD സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തും. സ്ഥാനാർത്ഥിത്വം, അതായത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലെ പൊതുമാനദണ്ഡം, അത് സംബന്ധിച്ച് ചർച്ചകളുമായിരിക്കും ഈ ആദ്യ കൂടിക്കാഴ്ചകളിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് അതിനുശേഷമായിരിക്കും കടക്കുക. 16-ാം തീയതി ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും സമാനമായി തന്നെ നേതാക്കളെ അങ്ങോട്ട് വിളിച്ച് ഇത്തരം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യം ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ളത്. ഇവരെ അങ്ങോട്ട് വിളിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും AICC ചെയ്യും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടപെടുകയാണ്. ആ തരത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ദ്രുതവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ ഒരു പൊതുചിത്രം കൂടി കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് CPM-നെ BJP-യും ഒക്കെ അപേക്ഷിച്ച് ഒരു മുഴം മുമ്പേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി എന്ന ചിത്രം നൽകുകയാണ് കോൺഗ്രസ്. എന്താണെങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ചകൾ പുരോഗമിക്കും. നേതാക്കളെ ഒറ്റയ്ക്കും അതുപോലെ കൂട്ടവുമായി ഒക്കെ കണ്ട് മധുസൂദൻ മിസ്ത്രി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും അടുത്ത ദിവസങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും ഇന്നത്തെ കൂടിക്കാഴ്ചകൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.